ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ പവർ ഓഫ് യുവർ മൈൻഡ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സിൻ്റെ പവർ എന്താണെന്ന്? ചിലരുടെയൊക്കെ ചിന്ത നല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശാരീരിക ആരോഗ്യം മാത്രമാണെന്നാണ്. പക്ഷേ നല്ല ആരോഗ്യം വേണമെങ്കിൽ നല്ല സ്ട്രോങ് മനസ്സ് കൂടി സാധ്യമാകണം. എ സ്ട്രോങ് മൈൻഡ് ക്യാൻ മേക്ക് വണ്ടേഴ്സ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള മനസ്സിന് പല അത്ഭുതങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഏത് വീഴ്ചയിലും എഴുന്നേൽക്കാൻ കഴിയും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ഏത് സ്വപ്നങ്ങളെയും നേടിയെടുക്കാൻ കഴിയും. മനസ്സിൻ്റെ ആരോഗ്യം ജീവിതത്തിലുടനീളം ആവശ്യമുള്ള ഒന്നാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏറ്റവും ശക്തമായ ആയുധം നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രണമില്ലാതെ സഞ്ചരിക്കാൻ അനുവദിക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ അത് വ്യക്തമാണ്, അത് നിങ്ങളെ നശിപ്പിക്കുക തന്നെ ചെയ്യും. മനസ്സിനെ നിയന്ത്രിക്കുകയും ഉചിതമായ മാർഗങ്ങളിലൂടെ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് വിജയം ഉറപ്പാണ്. പോസിറ്റീവായി ചിന്തിക്കുകയും നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ് നിങ്ങളെന്ന് ഉറപ്പുവരുത്തുക. സ്വയം വിശ്വാസത്തിൻ്റെ ശക്തി സ്വീകരിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ യജമാനൻ നിങ്ങളാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആത്മവിശ്വാസത്തിലും അർപ്പണബോധത്തിലും വേരൂന്നിയ ശക്തമായ മാനസികാവസ്ഥ വളർത്തിയെടുക്കുക. ഒരു വ്യക്തിയുടെ മാനസിക മനോഭാവം അവരുടെ വിജയം നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് ശക്തിയാർജിക്കുന്നതിലൂടെ നിങ്ങളും ശക്തരാവുകയാണ്. മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. ജീവിതത്തിൽ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഉയർത്താനും മുന്നേറാനും നിങ്ങളെ സഹായിക്കും. മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷേ അസാധ്യമല്ല. ഉചിതമായ പരിശീലനങ്ങളിലൂടെ വാർത്തെടുക്കാവുന്നതാണ്. എപ്പോഴാണ് ഒരു വ്യക്തി അയാളുടെ മനസ്സിൻ്റെ ശക്തി അറിഞ്ഞു തുടങ്ങുന്നത്, അന്ന് മുതൽ ആ വ്യക്തിക്ക് അസാധ്യമായതൊന്നും തന്നെയില്ല. ശക്തമായ മനസ്സ് ഉടലെടുക്കേണ്ടത് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. ഈ ലോകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം പുലർത്താൻ മടിക്കുന്നത്? സോ സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം. ഇപ്പോൾ തന്നെ ഒരു കാര്യം തീരുമാനിക്കുക. വ്യക്തമായ ഗോൾസ് തയ്യാറാക്കുക. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും വർക്ക് ചെയ്യുക. നിങ്ങളല്ലെങ്കിൽ മറ്റാരാണ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. അത് നേടുക എന്നത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ആരും തന്നെ വരണമെന്നില്ല. ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആദ്യ ചുവട് നിങ്ങൾ തന്നെയാണ് ആരംഭിക്കേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾ വീണു പോയേക്കാം. എഴുന്നേൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ ഒന്നും അസാധ്യമല്ല. So believe in yourself and think that you are the master of your mind. When you believe in yourself, you can overcome any obstacle and achieve success in your life. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാക്കുക. നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക. പരിശ്രമിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ മനസ്സിന് സാധ്യമാകും.